നമസ്കാരം. ആത്മജ്യോതി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ധർമ്മത്തിൻ്റെ മഹാഗാഥയായ രാമായണ പാരായണം ചെയ്യുന്നതിനുള്ള ഏറ്റവും അനുയോജ്യമായ മാസം വരവായി. നാളെ കർക്കിടകം 1. ഇനി നമുക്ക് മനസ്സും വാക്കും ശുദ്ധിയോടെ ഈ ദിവ്യയാത്രയ്ക്ക് തുടക്കം കുറിക്കാം. രാമായണ പാരായണം എങ്ങനെ ആരംഭിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പാരായണത്തിന് മുന്നോടിയായി വീടും മനസ്സും ശുദ്ധമാക്കേണ്ടതുണ്ട്. രാമായണ പാരായണം തുടങ്ങും മുമ്പ് തുളസിപ്പൂവുമായി ദീപം കൊളുത്തി മനസ്സിൽ രാമഭക്തിയോടെ പാരായണത്തിന് തയ്യാറെടുക്കുക. വളരെയധികം വിശുദ്ധമായ രീതിയിൽ രാമായണ ഗ്രന്ഥം വാഴ്ത്തിക്കൊണ്ട് തുളസി, കുന്തിരിപ്പൂ, ദീപം എന്നിവയോടെ ഒരു കൊച്ചു മന്ദിരം പോലെയുള്ള ഒരുക്കം ചെയ്യാം. ആദ്യ ദിവസം ബാലകാണ്ഡം തുടക്കം മുതൽ പതിയെ വായിക്കുക. വായനയ്ക്ക് മുൻപ് ശ്രീരാമജയം എന്ന ജപം നടത്താം. മഴയും കാറ്റും ശാന്തതയും നിറഞ്ഞ സന്ധ്യാസമയമാണ് പാരായണത്തിന് ഏറ്റവും ഉത്തമം. കാഴ്ചയും ശബ്ദവും പരമശാന്തമായിരിക്കണം. മൊബൈൽ ഫോണുകൾ, ആധുനിക ശബ്ദങ്ങൾ, സംസാരങ്ങൾ ഒഴിവാക്കുക. കുട്ടികൾക്ക് ചെറിയ കഥാപരമായ രീതിയിൽ ബാലകാണ്ഡത്തിലെ ചില ഭാഗങ്ങൾ പറഞ്ഞുകൊടുക്കാം. ഉദാഹരണത്തിന് ശ്രീരാമൻ്റെ ജനനം, വിശ്വാമിത്രൻ്റെ രാജമന്ദിരത്തിലെ സന്ദർശനം മുതലായവ. ഇതിലൂടെ അവർക്ക് ഈ പാരായണത്തിലേക്ക് കാൽ വയ്ക്കാൻ ഇടയാകും. ഈ കർക്കിടക മാസം നമ്മുടെ ഹൃദയത്തിൽ പ്രകാശമാകട്ടെ. ശ്രീരാമൻ്റെ തിരുനാമം ഓരോ വീട്ടിലും ഓരോ ജനത്തിലും ആർത്തിയോടെ ഉയരട്ടെ. നമുക്ക് ഒന്നിച്ചിരിക്കാം, ഒന്നിച്ചു വായിക്കാം, അനുഭവിക്കാം. ശ്രീരാമജയം.